ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ സയൻസ് ആണ്. കേരള പി എസ് സിയുടെ ഏത് എക്സാമിനായാലും സയൻസ് ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ആ മാർക്കൊന്നും നഷ്ടമാകരുത്. ആദ്യമായിട്ട് നമ്മൾ വർഗീകരണ ശാസ്ത്രമാണ് പഠിക്കുന്നത്. ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം. വർഗീകരണ ശാസ്ത്രം എന്താണ്? ജീവികളെ അവയുടെ സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നു, കൂടാതെ ശാസ്ത്രീയമായി അവയ്ക്ക് പേര് നൽകുന്നു. ഇത് മാത്രമല്ല, വിവിധ ജീവി വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാനും വർഗീകരണ ശാസ്ത്രം സഹായിക്കുന്നു. എന്താ പറഞ്ഞത്? വിവിധ ജീവി വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതുകൂടാതെ ഭൗമ മേഖലകളിലെ സസ്യജന്തുജാലങ്ങളെക്കുറിച്ച് പൊതുവായൊരു ധാരണ ലഭിക്കാനും വർഗീകരണ ശാസ്ത്രം സഹായിക്കുന്നുണ്ട്. ലളിത ഘടനയിൽ നിന്നും സങ്കീർണ ഘടനയുള്ള ജീവികൾ രൂപപ്പെടുന്ന പരിണാമഘട്ടങ്ങൾ. ലളിത ഘടനയുള്ളവയിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവികൾ രൂപപ്പെടുന്ന പരിണാമഘട്ടം അത് വിശദീകരിക്കാനും എന്ത് സഹായിക്കുന്നു? വർഗീകരണ ശാസ്ത്രം സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ വർഗീകരണ ശാസ്ത്രമാണ് ആദ്യമായിട്ട് നോക്കിയത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കാൾ ലിനേയസിനെ കുറിച്ചാണ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളെയും സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവിധ വർഗീകരണ തലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലേ, മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളെയും സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവിധ വർഗീകരണ തലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയത് കാൾ ലിനേയസ് എന്ന ശാസ്ത്രജ്ഞനാണ്. എന്തുവാണ് അദ്ദേഹം ചെയ്തത്? വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയത് ആരാണ്? കാൾ ലിനേയസ് എന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നപ്പോൾ വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കാൾ ലിനേയസ് ആണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകി. അതുകൊണ്ട് അദ്ദേഹത്തിനെ വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്നുണ്ട്. അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടലിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് അരിസ്റ്റോട്ടലിൻ്റെ സംഭാവനകൾ? ജീവശാസ്ത്രത്തിൻ്റെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. ചുവന്ന രക്തം ഉള്ളവ അല്ലാത്തവ എന്ന് ജീവികളെ തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. അടുത്തത് തിയോഫ്രാസ്റ്റസിനെ നോക്കാം. തിയോഫ്രാസ്റ്റസ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് തിയോഫ്രാസ്റ്റസ്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചു. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് തിയോഫ്രാസ്റ്റസ്. അദ്ദേഹം സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചു. അടുത്തത് ചരകനാണ്. ചരകൻ ആയുർവേദത്തിൻ്റെ പിതാവാണ്. ചരകൻ ആയുർവേദത്തിൻ്റെ പിതാവ് ചരകനാണ്. 200ഓളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരകസംഹിത എന്ന ഗ്രന്ഥം രചിച്ചു. ആയുർവേദത്തിൻ്റെ പിതാവായ ചരകനാണ് ചരകസംഹിത രചിച്ചത്. അടുത്തതായിട്ട് ജോൺ റേ ആണ്. ജോൺ റേ 18,000-ൽ അധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. ജോൺ റേയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേം എന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി. കൂടാതെ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. അടുത്ത് നമ്മൾ കാൾ ലിനേയസിനെയാണ് നോക്കുന്നത്. കാൾ ലിനേയസ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കാൾ ലിനേയസിനെയാണ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചു. വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു, കൂടാതെ ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചു. ഇത് ഇത്രയുമാണ് കാൾ ലിനേയസിൻ്റെ പ്രത്യേകതകൾ.